ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു കിച്ചടി തയ്യാറാക്കിയെടുക്കാം. അതിനു മുന്നേ എല്ലാവർക്കും ഷൈന കുക്കിങ്ങിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ കിച്ചടി തയ്യാറാക്കാനായിട്ട് വെള്ളരിയൊക്കെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഈ കാണുന്ന പോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളവും ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വേവിക്കുന്നതിന് മുന്നേ. എൻ്റെ പുതുപുത്തൻ റെസിപ്പീസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പുളിയുള്ള തൈര് ഒരു അരക്കപ്പ് പാർന്നു കൊടുക്കാം. പിന്നെ അല്പം കടുക്, 2 പച്ചമുളകൊക്കെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുത്ത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾ വെള്ളരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടും. നന്നായി കഴിഞ്ഞാൽ നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് ഇതൊന്ന് വറവിട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2-3 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. മുളകൊന്ന് നന്നായിട്ട് ചൂടായി വന്നാൽ കടുകിട്ട് കൊടുക്കുക. കടുക് ഫുള്ള് പൊട്ടിക്കഴിഞ്ഞാൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പാകം ചെയ്ത് വെച്ചിരിക്കുന്ന കിച്ചടിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് വേഗം തന്നെ ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. അതിനുശേഷം നമുക്കിതെടുത്തിട്ട് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക് യു.